എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എനിക്ക് തോന്നുന്നു കമൻറ്റ് ഒരുപാട് പേരൊക്കെ കമൻറ്റൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് ലൈക്ക് തരുന്നില്ല, മറന്നു പോകുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. നിങ്ങളുടെ സമയം അനുസരിച്ചൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയൂണ് റെഡിയാക്കാം, കുറച്ച് നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ കുറേ ചീര നിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചീര ഇനി നമ്മൾ ഒടിച്ചില്ലെങ്കിൽ ഇപ്പോൾ ചൂട് തുടങ്ങിയല്ലോ, ഇതെല്ലാം ഉണങ്ങിപ്പോവും. അതുപോലെ തന്നെ ഇതിന് കണ്ട പൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിന്നാൽ അത് ഫുള്ള് നശിച്ചു പോവും. അപ്പോൾ ഞാൻ ഓർത്തു അതെല്ലാം എടുക്കാം. അതിൻ്റെ ആ പച്ചച്ചീരയ്ക്ക് ഇടയിൽ ഒരു ചുമപ്പ് ചീര പാവ നിപ്പുണ്ടായിരുന്നു. നമ്മൾ അതിനെ അങ്ങ് ഒടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് എല്ലാം മുറിച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് നിർത്തിയിട്ട് ഒട്ടും കാര്യമില്ല, കാരണം നിന്ന് കഴിഞ്ഞാൽ എല്ലാം നശിച്ചു ഉണങ്ങിപ്പോവും. ഓൾറെഡി ആണെങ്കിൽ ചില ഇലകളൊക്കെ ആണെങ്കിൽ വാടിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഇവിടുന്ന് തന്നെ കിട്ടിയ കുറേ ഉള്ളിയാണ്. അപ്പം കുറച്ച് രണ്ട് ചെറിയ ഉള്ളികളുണ്ടായിരുന്നു കേട്ടോ, ചെറുള്ളിയാണ്. ഞാനൊരു 2 ചെറുള്ളി നട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ഞാനപ്പം വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഫുള്ളിങ്ങ് പോകുന്നു. അത് കുറച്ചുകൂടെ നിൽക്കുമായിരുന്നെങ്കിൽ ആ ചെറിയ ഉള്ളികളൊക്കെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കിട്ടിയേനേയും. അതുപോലെ തന്നെ കണ്ടോ, അതിൻ്റെ ആണെങ്കിൽ ഉള്ളിത്തണ്ടാണെങ്കിലും നേരത്തെ ആണെങ്കിലും ഞാൻ നന്നായിട്ട് 2-3 പ്രാവശ്യം അതിനകത്തുനിന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് അങ്ങനെ നമുക്ക് പിന്നെ അത് മുറിച്ചെടുത്ത് നമുക്ക് തോരനോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലൊക്കെ ഇടാൻ പറ്റും, നല്ലതാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് നമ്മളത് കൊണ്ടുവന്ന് തോരൻ റെഡിയാക്കി എടുത്തു. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, ചീരത്തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് അതൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചോളും. പിന്നെ നമ്മൾ റെഡിയാക്കിയത് ഇത് മീനിൻ്റെ പരിഞ്ഞിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു തോരൻ റെഡിയാക്കി. ഇതൊക്കെ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങളാണ് കേട്ടോ. ഇതൊരു അവധിയുള്ള ദിവസമാണെങ്കിൽ റെഡിയാക്കിയതാണ്. നമുക്ക് ഡ്യൂട്ടിയുള്ള ദിവസമൊന്നും ഇങ്ങനെയൊന്നും ഫുഡൊന്നും റെഡിയാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അന്ന് ഏതെങ്കിലും ഒരു കൂട്ടാൻ 2 കൂട്ടാൻ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അത് പിന്നെ പരിഞ്ഞിൽ റെഡിയാക്കി. പിന്നെ ഒരു മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങയാണെങ്കിൽ അച്ചാർ പോലെ ആക്കിയെടുത്തു. നമ്മൾ അടുപ്പിലൊന്നും വെക്കാതെ തന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് മാങ്ങ അരിഞ്ഞ് നന്നായിട്ട് തിരുമ്മി എടുത്തു. പിന്നെ അതുപോലെ മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു. മോരുകറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തോരനൊക്കെ വെക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക ആണെങ്കിൽ മെഴുക്കുവരട്ടിയാണെങ്കിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു വിഭവസമൃദ്ധമായ സദ്യ പോലെ ആയിപ്പോയി. അതുപോലെ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ ചീരത്തോരനായിരുന്നു. ചീരത്തോരനാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ റെഡിയാക്കിയത് കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാറിലാണെങ്കിൽ കുറുകിയായിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഷ്ണങ്ങളാകെ എനിക്കൊന്ന് ഉരുളക്കിഴങ്ങ് മാത്രം 2-3 എണ്ണം മാത്രമേ ഉള്ളൂ, 2-3 കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉടയാതെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ പച്ചക്കറി അതിനകത്തിലങ്ങ് ഉടഞ്ഞിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പച്ചക്കറിയായിട്ട് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിക്കാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോഴും ഇതുപോലെ നന്നായിട്ട് വേവിച്ച് വെക്കും. അപ്പോൾ അതുവരെ അത് നന്നായിട്ട് കഴിച്ചോളും. അപ്പം നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഉച്ചയൂണ് ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു.